വഹുദൂ ഇലത്തൊയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. വഹുദൂ, ഹുദു എന്നതിലെ മദ് അത് മദ് മുൻഫസിൽ. ഹുദു ഹാദ മദ് മുൻഫസിൽ, യഖൂലു മദ് മുൻഫസിൽ ബിസബബി ഹാദ. ഷുഫു അല വാവ് മദ് മൗജൂദ് അല വാവ്. بعدين هذا مد يجي بسبب هذا إلى همزة الوصل همزة القطع يسمى مد منفصل. മദ് ഹുക്കുമുഹു ജായിസ്, അതായത് അത് അനുവദനീയമാണ്. 2, 4, 5 നമ്മളെ വിരലുകൾ ഇങ്ങനെ 2 വട്ടം മടക്കുക, അല്ലെങ്കിൽ 4 വട്ടം മടക്കുക, അല്ലെങ്കിൽ 5 വട്ടം മടക്കുന്ന അത്ര ഇവിടെ നീട്ടണം. അതിൻ്റെ പേരെന്താണ്? മദ് മുൻഫസിൽ. ഇല എന്ന് പറഞ്ഞാൽ ഹർഫ് ജാറ്. അത്വയ്യിബ് എന്നത് കലിമത്ത് ഷംസിയ. മിനൽ കൗലി ഇത് ഹർഫ് ജറന്. മിനൽ കൗലി അൽ കൗല് എന്നുള്ളതും കലിമത്ത് അൽ കൗൽ കമരിയ. വഹുദു ഇലാ സിറാത്തിൻ എന്നുള്ളതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ് മുൻഫസിലാണ്. ഇലാ സിറാത്തിൽ ഹമീദ് എന്നുള്ളത് സിറാത്തു സ്വാദും അതുപോലെ തന്നെ അത് രണ്ടും മദ് രണ്ടും ഹുറൂഫുൽ ഇസ്തിഅല ആണ്. ഹുറൂഫുൽ ഇസ്തിഅല നമ്മൾ ഇന്നലെ പഠിക്കുകയുണ്ടായി. ഒന്നും കൂടി നമുക്കത് ഓർക്കാം. ഹുറൂഫുൽ ഇസ്തിഅലയിൽ പെട്ടതാണ് ഖ. നമ്മൾ ഖ എന്ന് പറയുമ്പോൾ തൊള്ളം വലിയതായിട്ട് വരും. സ്വ വലിയതായിട്ട് വരും. ഗൈന്, അതുപോലെ തോ, അതുപോലെ ഖാഫ്, അതുപോലെ ലോ, ഇങ്ങനെ തൊള്ള വലിയതായിട്ട് വരുന്ന അതാണ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ. ഹിയ അൽ ഹുറൂഫ് അല്ലത്തി യർതഫിഉ മഅഹാ ലിസാനുക ഇലൽ ഹുനുക്കി അൽ ഹുനുക്കിൽ അഅല. അതായത് നമ്മുടെ ഏറ്റവും ചങ്കിലേക്ക് തോ ഹോ എന്നൊക്കെ പറയുമ്പോൾ നാവ് അങ്ങോട്ട് ഉയർന്നു പോവുകയാണ്, ഉള്ളിലേക്ക് ചങ്കിലേക്ക് ഉയർന്നു പോവുകയാണ്. അങ്ങനെ പറഞ്ഞു നോക്കുക. ഹോ എന്ന് പറയുമ്പോൾ നാവ് എങ്ങോട്ടാണ് വലിയുന്നത്? സ്വ എന്ന് പറയുമ്പോൾ ലോ, ഓ, തോ, കോ, ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒറ്റ വാക്കിൽ പറയാറുണ്ട്. ഹുസ്സ ലഗ്തിൻ ഖിത്തുൻ എന്ന് പറയാറുണ്ട്. അതാണ് ഹുറൂഫുൽ ഇസ്തിഅല എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഇസ്തിഅല. അപ്പോൾ സ്വാദ് എന്തിൽപ്പെട്ടതാണ്? ഹുറൂഫുൽ ഇസ്തിഅലയിൽപ്പെട്ടതാണ്. ത്വാ എന്തിൽപ്പെട്ടതാണ്? ഹുറൂ ഇസ്തിഅലയിൽപ്പെട്ടതാണ്. ഖാഫിലെ കൗലിലെ കൗല് എന്തിൽപ്പെട്ടതാണ്? ഹുറൂഫുൽ ഇസ്തിഅലയിൽപ്പെട്ടതാണ്. പിന്നെ സ്വാദ് അതിൽപ്പെട്ടതാണ്. ത്വാ അതിൽപ്പെട്ടതാണ്. പിന്നെ ലോവും അതിൽപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ അൽ കൗല് എന്ന് കമരിയാണ്. അത്വയ്യിബ് എന്ന ഷംസിയാണ്. അസ്സിറാത്ത് എന്ന് പറയുമ്പോൾ എന്തായി ഷംസിയാണ്. അൽ ഹമീദ് എന്ന് പറയുമ്പോൾ കമരിയാണ്. ഇന്നല്ലദീന എന്ന് പറയുമ്പോൾ ഇന്നനെ ഷദ്ദുള്ളത് കൊണ്ട് മണിച്ചോദനം. അല്ലദീന എന്നുള്ളതിന് ഇസ്മു മൗസൂല എന്ന് അറബി പറയും. അങ്ങനെ പഠിക്കുക. കഫറു എന്നുള്ള ഫെയില് മാദിയാണ്. കഫറു ഈ അലിഫു ഓതേണ്ടതില്ല. അത് ആ കഫറു എന്ന വാചകത്തിൽ അത് ഉണ്ട്, എന്നാൽ അത് ഓതൂല എന്ന് സൂചിപ്പിക്കാനാണ് ഈ ദീർഘമുള്ളത്. വയസുദ്ദൂന അൻ സബീലില്ലാഹി. വയസുദ്ദൂന സ്വാതന്ത്ര്യപ്പെട്ടതാണ്. ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ടതാണ്. അൻ സബീലില്ലാഹി എന്നുള്ളിടത്ത് എന്താണ് നിയമം? തജ്വീദ് കണ്ട ഇതിന്മേൽ സുക്കൂൻ ഇടാതെ. ഞാൻ പറയുന്നത് മദീനയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഖുർആനിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹറക്കത്തുകൾ നോക്കിക്കൊണ്ട് നമുക്ക് തജ്വീദ് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈസി തജ്വീദ് നിങ്ങളോട് പറയാനും കാരണം. അതായത് ഈ സുക്കൂനുമേൽ നൂനുമേൽ എന്തില്ല, സുക്കൂന് കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ മണിച്ച് ഓതണം എന്നാണ് അതിൻ്റെ സൂചന എന്നാണ്. ഇത് ഇഹ്ഫാവിൻ്റെ അക്ഷരം. ഇപ്പോൾ ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ തന്നെ മറച്ചു വെക്കുക എന്നാണ്. അപ്പോൾ ഇതിനെ അൻ സബീലില്ലാഹി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സുക്കൂനിനെ മറച്ചു വെച്ച് പിന്നെ മണിച്ചു ഓതി. അതാണ് അവിടെ. അതാണ് ഇഹ്ഫാ എന്ന് പറയുന്നത്. ഇഹ്ഫാന് നമ്മൾ ഇന്നലെ പറഞ്ഞു 15 അക്ഷരങ്ങളാണ് ഇഹ്ഫാനുള്ളത്. അത് ഒക്കെപ്പാടെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയാം. സ്വാദ്, ദാല്, താ, പിന്നെ താ, കാഫ്, ജീം, ഷീൻ, ഖാഫ്, സീൻ, ദാല്, തോ, പിന്നെ സായ് അല്ലെങ്കിൽ സാ, അതുപോലെ ഫാ, അതുപോലെ താ നേരത്തെ പറഞ്ഞു. പിന്നെ ലോ,
ലോദ് ലോ അതൊക്കെ എന്തിൽപ്പെട്ടതാണ്? ഇഹ്ഫായിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. 15 അക്ഷരങ്ങളാണ് ഇഹ്ഫായിനുള്ളത്. അതുപോലെ പിന്നെ ഇങ്ങനെ പോയിട്ടുമുണ്ട്. ഇവിടെ ഒരു സ്വാദിൻ്റെ തല ഉണ്ട്. ഈ അലിഫ് എന്തിൻ്റെ? ഹംസത്തുൽ വസ്ലാണ്. ഇവിടെ ഈ ഹംസത്തുൽ വസ്ലാണ്. എന്ന് വെച്ചാൽ മിനൽ കൗലി ഹുദു ഇല ത്വയ്ബി, കൂട്ടി ഓതുക എന്നുള്ളത്, ചേർത്തി ഓതുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇലാ സിറാത്തിൽ ഹമീദ് എന്നുള്ളിടത്ത് ഇതിനെ ചേർത്തി ഓതുമ്പോൾ സിറാത്തിൽ എന്നാണ് വരിക. അപ്പോൾ അത് ഹംസത്തുൽ വസ്ലാണ്. അല്ലദീന എന്നുള്ളിടത്ത് ഹംസത്തുൽ വസ്ലാണ്. കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹി, സബീലില്ലാഹി എന്നുള്ളിടത്ത് ഈ അലിഫ് എന്താണ്? ഇവിടെ വസ്ലിൻ്റെ ഹംസാണ്. വൽ മസ്ജിദ് എന്നുള്ളിടത്ത് പിന്നെ ഇത് വസ്ലിൻ്റെ ഹംസാണ്. അൽ മസ്ജിദ് എന്ന കമരിയാണ്. അസ്സബീൽ എന്ന പദം എന്താണ്? അസ്സബീൽ എന്ന പദം എന്താണ്? കമരിയിൽപ്പെട്ടതാണ്. അള്ളാഹു എന്ന പദം എന്താണ്? ശംസിയയിൽപ്പെട്ടതാണ്. ഓക്കെ. ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാമി, വൽ ഹറാമി, അൽ ഹറാമി എന്നുള്ള കമരിയയിൽപ്പെട്ടതാണ്. ഈ അലിഫ് എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. ഹറാമില്ലദീന, ഇവിടെയും ഹംസത്തുൽ വസ്ലുണ്ട്. അല്ലദി എന്നുള്ള ഇസ്മ മൗസൂലാണ്. അല്ലദി, അല്ലദീന, അല്ലദി എന്നുള്ള ഏകവചനം, അല്ലദീന എന്നുള്ള ബഹുവചനം പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നതാണ്. അല്ലദി ജഅൽനാഹു ലിന്നാസി, ജഅൽനാഹു ഇവിടെ ചെറിയൊരു അലിഫുണ്ട്. ജഅൽനാഹു ലിന്നാസി എന്നാണ് ഓതുക. സവാഅനിൽ ആകിഫു എന്നാണ് ഓതുക. സവാഅനിൽ ആകിഫു. ഇപ്പോൾ സവാഅൻ എന്ന് പറയുമ്പോൾ ഒരു സുക്കൂന്, പിന്നെ മറ്റേ ഒരു സുക്കൂന്. അപ്പോൾ രണ്ട് സുക്കൂനും ഏറ്റുമുട്ടും, സാക്കിനൈനിയാവും, ഇൽത്തിക്കാവ് സാക്കിനൈനിയാവും. അപ്പോൾ നമ്മൾ ആ ഒരു സാക്കിനെ ഒഴിവാക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എന്താക്കും? ഇവിടെ ആ നൂനിനെ കൊടുന്നതിന് കെസ്റ് കൊടുക്കും. സവാ അനിൽ ആക്കിഫു, സവാ അനിൽ ആക്കിഫു. സവാ അൻ എന്നോതാതെ സവാ, ഇതിന് മേലത്തെ പിന്നെ ഫത്തിനെ നമ്മൾ എടുത്ത് അത് നൂനാക്കും. നൂനാക്കിയിട്ട് അതിന് കെസ്റ് കൊടുക്കും. അങ്ങനെ അപ്പോൾ അതെന്താവും? സവാ അനിൽ എന്ന ഓതും. സവാ അൻ എന്നുള്ളതിൽ സവാ എന്നതിലുള്ള മദ് മുത്തസിലാണ്. 5 പ്രാവശ്യം നിർബന്ധമായിട്ടും നീട്ടണം. 6 പ്രാവശ്യം ആക എന്നതാണ്. അതിന് വേണ്ടി സവാ എന്ന് വെക്കുകയാണെങ്കിൽ 6 പ്രാവശ്യം നിർബന്ധമായിട്ടും നീട്ടണം. സവാ അനിൽ ആകിഫു ഫീഹി വൽ ബാദ്, ബാദ് എന്നുള്ളത് നമ്മൾ അലിഫിനെ എത്രയും നീട്ടാവുന്ന 6 വരെ നീട്ടാവുന്നതാണ്. വൽ ബാദ്. ഓക്കെ. പിന്നെ വമൻ യുരിദ് ഫീഹി, വമൻ യുരിദ് എന്നുള്ളിടത്ത് ഇവിടെ എന്തില്ല? സുക്കൂനിന്, നൂനിന് സുക്കൂനില്ല. അപ്പോൾ അടുത്ത അക്ഷരം എന്താണ്? ഇഹ്ഫാൻ്റെ അക്ഷരമാണ്. പക്ഷേ ഇത് ഇഹ്ഫാ അല്ല. യാവും വാവും ഇഹ്ഫായിൽപ്പെട്ടതല്ല. ഇത് ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇദ്ഗാം ബി ഗുന്ന കാമിൽ എന്ന് പറയുന്നതിന് പകരം നാക്കിസ് എന്ന് പറയും. ഇദ്ഗാം ബി ഗുന്ന നാക്കിസ് എന്ന്. വാവുമ്മലും ഇദ്ഗാം ബി ഗുന്ന നാക്കിസാണ് വരിക. വമൻ യുരിദ് ഫീഹി ബി ഇൽഹാദ്, ഇവിടെ കണ്ടു, ഇവിടെ ഒരു മീമ് കൊടുത്തുക്കുന്നു. ബി ഇൽഹാദിം, ബി ഇൽഹാദിം ബിദുൽമിൻ നുദിഖുഹു. ഒന്ന് ഇൽഹാദിം എന്നുള്ളിടത്ത് 2 കെസ്റുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ കെസ്റിനെ നമ്മൾ മീമാക്കി, എന്നിട്ട് മണിച്ച് ഓതി. ഇഖ്ലാബ് എന്നതിന് പറയാം. ബി ഇൽഹാദിം, ആ ഒരു കെസ്റിനെ നമ്മൾ മീമിന് ആക്കി അതിൻ്റെ മീമിൻ്റെ ശബ്ദത്തോട് കൂടിയിട്ട് ബി ഇൽഹാദിം ബി, എന്നിട്ട് ബി എന്ന് വന്നതുകൊണ്ട് അപ്പോൾ നമ്മളവിടെ മാറ്റി മറിച്ച് ഓതിയതാണ്. അതായത് ഈ കെസ്റിനെ മാറ്റി മറിച്ചു. എന്നിട്ട് പിന്നെ ഈ ബാഇനെ ബാഇന് ബാ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് ഇഖ്ലാബിനുള്ളത്. അപ്പം ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നുകിൽ ലമ്മിനെ അല്ലെങ്കിൽ കെസ്റിനെ അല്ലെങ്കിൽ ഫത്തിനെ, ഒരു ലമ്മിനെ ഒരു ഫത്തിനെ, 2 ഫത്തും 2 ലമ്മും 2 കെസ്റും എടുത്ത് ഒന്നിനെ നമ്മൾ മീമാക്കി മണിച്ച് ഓതുന്നതിൻ്റെ പേരാണ് ഇഖ്ലാബ് എന്ന് പറയാം. അതാണ് ഇവിടെ ഇതിന് താഴെ ബി ഇൽഹാദിം ബിദുൽമിൻ, ഇൽഹാദിൻ്റെ ഇഖ്ലാബിൻ്റെ ആകെ ഒരക്ഷരം ബാ ആണ്. ബിദുൽമിൻ നുദിഖുഹു, ബിദുൽമിൻ നുദിഖുഹു എന്ന് പറയുന്നിടത്ത് ഇപ്പം ബിദുൽമിന്നു, നൂനിനെയാണ് നമ്മൾ മണിക്കുന്നത്. ഇതിൻ്റെ ഒന്ന് മാത്രം നമ്മൾ പറയാം. ബിദുൽമിന്നു, ബിദുൽമിന്നു, ബിദുൽമിന്നു.
അപ്പോൾ നമ്മൾ ആ നൂനിനും ഇതിലൊന്ന് അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് ഇവിടെ ശ്രദ്ധ കിട്ടിയത്, അല്ലാതെ നുദിക്കു എന്നിടത്ത് ശ്രദ്ധ ഇല്ല. അപ്പോൾ മിൻ അദാബിൻ അലീം. നുദിഖുഹു ദാലാണ്, ദാല് തെർക്കീക്കായിട്ടാണ് പുള്ളിയുള്ള ദാല്. നുദിഖുഹു ഈ ഖാഫിന് നമ്മൾ പറയുമ്പോൾ എന്തുണ്ടായിരിക്കണം, ചലനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ചലനം, ഒരു എക്കോ ഉണ്ടായിരിക്കണം. അത് പ്രതിബിംബം പ്രകമ്പനം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പം ഇത് പിന്നെ കുത്തുബ് ജദ്ദിൽപ്പെട്ടതാണ്. കുത്തുബ് ജദ്ദ് എന്ന് പറഞ്ഞാൽ കൽക്കലയിൽപ്പെട്ടതാണ്. നുദിഖുഹു മിൻ അദാബിൻ അലീം. ഇവിടെ മിൻ എന്നുള്ളത് എന്തുണ്ട്, നൂനുമ്മൽ സുക്കൂനുണ്ട്. അപ്പോൾ അടുത്ത് വരുന്ന അക്ഷരം ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. ഇൽഹാറിന് 6 അക്ഷരങ്ങളാണുള്ളത്. ഐന്, വൈന്, ഹാ, പിന്നെ ആമന എന്നതിലെ അംസ്, പിന്നെ അമിൻതും എന്ന് പറയുന്ന രണ്ടാമത്തെ ഹംസ്, അങ്ങനെ അലിഫുമ്മൽ ആന്നോ ഈന്നോ ഇതുപോലത്തെ ഹംസ്, അതൊക്കെയാണ് ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മിൻ അദാബിൻ മണിക്കാൻ പാടില്ല, അദാബിൻ അലീം. അതുപോലെ കണ്ടോ 2 ഫത്ഹ് ഇട്ടുക്കണത് കെസ്ർ ഇട്ടുക്കണത് ഒപ്പത്തിനൊപ്പാണ് ഇട്ടുക്കണത്. ഇവിടെയും ഒപ്പത്തിനൊപ്പാണ് ഇട്ടുക്കണത്. ഇവിടെയും സവാ അൻ എന്നാണ്. പക്ഷേ ഇത് ഇവിടെ 2 അലിഫ് വരുന്നത് കൊണ്ട് 2 സുക്കൂന് വരുന്നത് സവാ അനിൽ എന്ന് നമ്മൾ ഓതും. ഇവിടെ അദാബിൻ അലീം, അദാബിൻ ഇവിടെ സുക്കൂനല്ല ഇതിമ്മലുള്ളത്. അപ്പോൾ അദാബിൻ അലീം എന്നാണ് ഓതുക. ഇൻഷാ അല്ലാഹ് ഈ തജ്വീദിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് പ്ലീസ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.